ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു കിടിലം വീട്ട് വിശേഷങ്ങളിലേക്ക് ഹതമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഏതാണ്ട് 6 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ നിർമ്മിച്ച മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ല വീതി കൂടിയ റോഡ് ഫ്രണ്ടേജാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2050 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം പ്ലസ് സ്റ്റഡി റൂം ആൻഡ് യൂട്ടിലിറ്റി ആണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷൻ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. അതുപോലെ തന്നെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 14 കിലോമീറ്റർ ദൂരവും കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 1.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ വീട്ടിൽ നിന്ന് വരുന്നുള്ളൂ. കൂടാതെ എടപ്പള്ളിയിലേക്കാണെങ്കിൽ 15 കിലോമീറ്റർ ദൂരവും തൃപ്പൂണിത്തുറയിലേക്ക് ഏതാണ്ട് ഒരു 18 കിലോമീറ്റർ ദൂരവും വരുന്നുണ്ട്. ആലുവ ടൗണിലേക്കാണെങ്കിൽ 8 കിലോമീറ്റർ ദൂരവും ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ ദൂരവുമാണ് ഈ വീട്ടിൽ നിന്ന് വരുന്നത്. നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്ക് കാണാം നല്ല വീതി കൂടിയ റബ്ബറൈസ്ഡ് ടാർ റോഡ് ഫ്രണ്ടേജാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ ചെയ്തിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് വീടിൻ്റെ കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരേ സമയത്ത് തന്നെ 3 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയാണ് വീടിൻ്റെ മുറ്റം ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് കാണാം വീടിൻ്റെ വാളുകൾ, അതായത് കോമ്പൗണ്ട് വാളെല്ലാം മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പെഡസ്ട്രിയൻ ഗേറ്റും ഒരു വലിയൊരു ഗേറ്റും ഈ വീടിന് അവൈലബിൾ ആണ്. 2018-19 കാലഘട്ടത്തിൽ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തായി ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ചിരിക്കുന്നത്, അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി കിണർ നിർമ്മിച്ചിരിക്കുന്നു. കിണർ വെള്ളം ഒരിക്കലും വറ്റാത്ത ഒരു ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല കേബിൾ കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം നൽകി തന്നെയാണ് വീടിൻ്റെ സൈഡ് വശങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് കേട്ടോ വീടിൻ്റെ നിർമ്മാണം. വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. അത്യാവശ്യം വലിപ്പത്തിലുള്ള സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. പ്ലാന്റുകളെല്ലാം നൽകി മനോഹരമാക്കിയ മുറ്റമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്പേസിലായാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട് നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ ഒരു പാളിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ കൊത്തുപണികളെല്ലാം ചെയ്ത് അലങ്കരിച്ച ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ലിവിങ് സ്പേസിലേക്കാണ്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഒരു കോർണർ സൈസ് സെറ്റ് ഇടാനുള്ള സ്പേസ് എല്ലാം നൽകി തന്നെയാണ് ഈ ഒരു സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ നിന്നും നെക്സ്റ്റ് എൻട്രി വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. മനോഹരമായ നല്ല സ്പേഷ്യസ് ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒരു 6-8 പേർക്ക് കപ്പാസിറ്റി ഉള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നൽകിയാണ് ഈ ഒരു സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. BLTC ഫാൻ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു സ്പേസിൽ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഇൻവെർട്ടർ യൂണിറ്റിൽ പ്രത്യേക സാമഗ്രികൾ വയ്ക്കാനുള്ള ഷെൽഫുകളെല്ലാം അവൈലബിൾ ആണ്. കൂടാതെ ഒരു വാഷ് കൗണ്ടർ ഈ സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും നെക്സ്റ്റ് എൻട്രി വരുന്ന ഇവിടുത്തെ കിച്ചണിലേക്കാണ്. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല ഭംഗിയിലാണ് ഈ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കിഴക്കോട്ടാണ് കേട്ടോ ഇവിടെ കുക്കിംഗ് ചെയ്യുന്ന ദിക്ക് വരുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസും അവൈലബിൾ ആണ്. കൂടാതെ ഇലക്ട്രിക് ചിമ്മിനിയും എല്ലാം നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്പേസിലാണ് ഇവിടുത്തെ വർക്ക് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ 2 കിച്ചണാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെയും കുക്കിംഗ് ചെയ്യുന്ന ദിക്ക് വരുന്ന കിഴക്ക് ദിക്കിലേക്കാണ്. ഈ ഒരു സ്പേസിലായാണ് നമുക്ക് ഷീറ്റ് വർക്കെല്ലാം ചെയ്ത് യൂസ് ചെയ്യാൻ വിധത്തിലാണ് ഇതിൻ്റെ ഔട്ട്സൈഡ് ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിനി അറിയേണ്ടത് ഇവിടുത്തെ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളാണ്. നമുക്ക് ബെഡ്റൂം സൈഡിലേക്ക് ഒന്ന് പോകാം. ഫസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യവും സീലിംഗ് ഫാനെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഒരു ഗ്ലോസി പാറ്റേണിലാണ് ഇവിടുത്തെ ഫ്ലോറിംഗ് ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു വാൾഡ്രോബ് സൗകര്യം അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു. കൂടാതെ BLTC ഫാനെല്ലാം നൽകി മനോഹരമാക്കിയൊരു ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടത്. ബാത്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കൺസീൽഡ് ആയിട്ടാണ് ഇതിൻ്റെ സാനിറ്ററി ഫിറ്റിങ്സുകൾ നൽകിയിട്ടുള്ളത്. ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് 8-10 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സെറ ബ്രാൻഡ് തന്നെയാണ്.
നമുക്കിനി ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കണ്ടാൽ നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം തന്നെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. വലിയൊരു വാൾഡ്രോബ് സൗകര്യം നൽകി തന്നെയാണ് ഈ ഒരു സ്പേസും ഒരുക്കിയിരിക്കുന്നത്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. കൺസീൽഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സ്പേസും ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് എല്ലാം ഡൈനിങ് സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും അത് ഗ്ലോസി പാറ്റേണിൽ ബ്ലാക്ക് കളറാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡിലിനായി സ്ക്വയർ ട്യൂബും വുഡുമാണ് നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ എല്ലാം ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഒരു ഇൻറ്റീരിയർ വർക്കുകളെല്ലാം നല്ല ഭംഗിയിലാണ് ഈ ഏരിയ നൽകിയിട്ടുള്ളത്. നല്ല വിശാലമേറിയൊരു ലിവിങ് സ്പേസാണ് ഇവിടെ ലഭിക്കുന്നത്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. താഴത്തെ ലിവിങ് സ്പേസിൻ്റെ ഒരു ഡബിൾ ഹൈറ്റാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ഫാമിലി സ്പേസിൽ നിന്നും 2 ബെഡ്റൂമുകളിലേക്കും ഒരു സ്റ്റഡി റൂമിലേക്കും ബാൽക്കണിയിലേക്കും എൻട്രി വരുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകൾക്കും ബാൽക്കണി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല സെപ്പറേറ്റായി ഒരു വലിയൊരു ബാൽക്കണിയും നമുക്കിവിടെ അവൈലബിൾ ആണ്. ടോട്ടലായി 3 ബാൽക്കണിയാണ് നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ബാൽക്കണിയാണ് നമ്മൾ ഈ കാണുന്നത്. ടഫൻ ഗ്ലാസ് ആണ് ഇതിനു വേണ്ടി എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് ഒന്ന് പോകാം. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. മാത്രമല്ല വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് ഒരു എൻട്രി വരുന്നു. ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലെ എല്ലാ ബെഡ്റൂമുകൾക്കും ബാൽക്കണി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. മാത്രമല്ല ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിൻ റോഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ബാൽക്കണി നമുക്ക് ഈ ബെഡ്റൂമിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാത്റൂം ഡോറെല്ലാം ഫൈബർ മെറ്റീരിയൽസിലെയാണ്. നേരെ കയറി ചെന്ന ബാത്റൂമാണ്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫുൾ ലെങ്ത്തിൽ തന്നെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ലാസ്റ്റ് ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളിലും ഒരു കിങ് സൈസ് ബെഡിനുള്ള സ്പേസ് നൽകിയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. വെന്റിലേഷൻ സൗകര്യം ധാരാളമായി തന്നെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ ബെഡ്റൂമിൽ നിന്നും ഒരു ബാൽക്കണിയിലേക്ക് എക്സിറ്റ് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യവും നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഈ ബെഡ്റൂമിൽ നിന്നും നമുക്ക് കാണാം മനോഹരമായൊരു ബാൽക്കണി. അത് മെയിൻ റോഡ് ഫേസ് ചെയ്ത് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസും ഒരു സ്റ്റഡി റൂമും ബാൽക്കണിയും നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് കാണേണ്ട ഇവിടുത്തെ സ്റ്റഡി റൂമാണ്. സ്റ്റഡി റൂമിൽ ഒരു സ്റ്റഡി ടേബിളും ഷെൽഫുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 6 സെൻറ്റിനടുത്ത് ഒറിജിനൽ ലാൻഡിൽ 2050 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം പ്ലസ് സ്റ്റഡി റൂമും കൂടെ ഒരു യൂട്ടിലിറ്റി സ്പേസും അടങ്ങുന്ന ഈ മനോഹരമായ വീടിന് ചോദിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനോ ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കാനോ ആക്സിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെയും ലോൺ സൗകര്യം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു മനോഹരമായ വീണ്ടും വിശേഷവുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.